ഒരാളുടെ മരണത്തോടുകൂടി എല്ലാ ചോദ്യങ്ങളും പരീക്ഷണങ്ങളും ആർക്കു മുൻപിലും ഉത്തരം പറയേണ്ടാത്ത ലോകമാണ് മരണാനന്തര ലോകമെങ്കിൽ മരണം നമ്മൾക്കൊക്കെ വലിയ സമാധാനമാണ് എന്ന് നമ്മൾ വാദിക്കേണ്ടി വരും. പക്ഷെ തൊട്ടടുത്ത വാക്കിലൂടെ അല്ലാഹു തആല പറയുന്നു, വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറ. ഒരിക്കൽ കൂടി നിങ്ങൾ അല്ലാഹുവിന്റെ മുൻപിലേക്ക് പുനർജീവിപ്പിക്കപ്പെടും. രക്ഷിതാക്കൾ മരിച്ചുപോയ മക്കളോടും മക്കൾ മരണപ്പെട്ട രക്ഷിതാക്കളോടും ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാരോടും ഭാര്യമാര് മരിച്ച ഭർത്താക്കന്മാരോടും അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തി, നിങ്ങൾ ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ കോടതിയിൽ പുനർജീവിപ്പിക്കപ്പെടും. എന്തിനാണ് അല്ലാഹുവിന്റെ കോടതിയിൽ പുനർജീവിപ്പിക്കപ്പെടുന്നത്? ഈ ലോകത്ത് അല്ലാഹു നൽകിയിട്ടുള്ള ഓരോ കാര്യങ്ങളെപ്പറ്റിയും ചോദ്യം ചെയ്യാൻ. ഒരു പിതാവിന്റെ സ്രവിക്കപ്പെടുന്ന കോടിക്കണക്കിന് ബീജത്തിലെ വളരെ നിസ്സാരമായിരുന്ന ഒരു ബീജമായിരുന്ന നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിന്റെ 3 ഭിത്തികൾക്കുള്ളിലുള്ള അണ്ഡവുമായി കൂടിയോജിപ്പിച്ച് ഒരു മാംസകഷണമാക്കി അലക്കയാക്കി മുളുകയാക്കി പിന്നീട് മാംസങ്ങളാലും എല്ലുകളാലും പൊതിയപ്പെട്ട് നിന്നെ ഈ ലോകത്തേക്ക് നിശ്ചയിച്ച റബ്ബിന് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതും എന്തിനാ ജനനം, എന്തിനാ മരണം, ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയും ഉത്തരങ്ങൾ അല്ലാഹുവിന്റെ അരികിൽ പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യാൻ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. ജനനവും മരണവും അല്ലാഹു തീരുമാനിച്ചത് കുറെ ആളുകൾ പണം സമ്പാദിക്കട്ടെ, പേരുള്ള തറവാട്ടിൽ ജനിക്കട്ടെ, കുറെ ആളുകൾ സൗന്ദര്യത്തിന്റെ മായാലോകത്ത് ജീവിക്കട്ടെ, കുറെ ആള് തിന്നും കുടിച്ചും ജീവിക്കട്ടെ, കുറെ ആളുകൾ ടെൻഷൻ അടിച്ച് ജീവിക്കട്ടെ, കുറെ ആളുകൾ അംഗവൈകല്യത്തോടെ ജനിക്കട്ടെ, കുറെ പേർക്ക് മക്കൾ ഉണ്ടാവാതിരിക്കട്ടെ, ചിലർ മക്കളെ കൊണ്ട് ഇടങ്ങേറാവട്ടെ. ഇങ്ങനെയൊരു തീരുമാനത്തിന്റെ പേരിലല്ല അല്ലാഹു തആല മനുഷ്യനെ സൃഷ്ടിച്ചതും മനുഷ്യന് കൊടുക്കുന്നതും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, ജനിപ്പിച്ചതും മരിപ്പിച്ചതും ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലത് പ്രവർത്തിച്ചത് എന്ന് റബ്ബിന് പരീക്ഷിക്കാൻ, റബ്ബിന് ചോദ്യം ചെയ്യാൻ. ഒരുപക്ഷെ ദുനിയാവിലെ ജീവിതം കൊണ്ട് ആരും നമ്മളെ ചോദ്യം ചെയ്തു കൊള്ളണമെന്നില്ല, അല്ലേ? ഈ പ്രസംഗിക്കുന്ന ഞാൻ ഒരു പക്ഷേ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ വലിയ മുത്തഖിയായിരിക്കും. അത് മതിയോ എനിക്ക് അല്ലാഹുവിന്റെ മുൻപിൽ രക്ഷപ്പെടാൻ? എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും 5 വക്ത് സമയം തെറ്റാതെ നമസ്കരിക്കുന്ന ഒരു കറകളഞ്ഞ മുസ്ലിം ആയിരിക്കും. അത് മതിയോ അല്ലാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടാൻ? നെറ്റിത്തടത്തിലെ നിസ്കാരത്തഴമ്പ് കൊണ്ടും ഉടുക്കുന്ന സലഫി പർദ്ദ കൊണ്ടും നാട്ടിലെ ഖുർആൻ ക്ലാസ് കൊണ്ടും പരിശുദ്ധ കഅബാലയത്തെ തവാഫ് ചെയ്തതുകൊണ്ടും സ്വർഗം തരാമെന്ന് പറഞ്ഞ റബ്ബ് എന്തിന്റെയും മുൻപിൽ ആദ്യം ഓർമ്മപ്പെടുത്തിയത് ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, ഇന്നമൽ അഅമാലു ബിന്നിയ്യാത്ത്, നിങ്ങൾക്ക് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂലിയെന്നും നിങ്ങളുടെ ഹൃദയത്തെയാണ് ശുദ്ധീകരിക്കേണ്ടതെന്നും ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, മനസ്സിനെ ശുദ്ധീകരിക്കാത്തവൻ എത്ര നമസ്കരിച്ചിട്ടും കാര്യമില്ലെന്നും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാമെങ്കിൽ ഈ ദുനിയാവിലെ കെട്ടും മട്ടും കൊണ്ടൊരു പക്ഷേ ഖബർ ഭംഗിയായിക്കൊള്ളണമെന്നില്ല. പിന്നെ നമ്മളെ കൊണ്ടുണ്ടായ ചില നേട്ടങ്ങളെ കൊണ്ട് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു നല്ല യാത്രയപ്പ് തരും എന്നുള്ളത് സത്യമാ. അതുകൊണ്ടാണല്ലോ ഈ പുത്തനത്താണിയാണെങ്കിലും നന്മണ്ടയാണെങ്കിലും ജീവിതം കൊണ്ട് നാട്ടുകാർക്കിടയിൽ പേരെടുത്തവനാണെങ്കിലും പേരെടുത്തിട്ടില്ലാത്തവനാണെങ്കിലും പടച്ച റബ്ബിന്റെ തിരിച്ചുള്ള വിളിയും കിട്ടി 6 കാലുള്ള കട്ടിലിൽ എടുക്കപ്പെട്ട് 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് അവനെ യാത്രയാക്കുമ്പം ഒരാൾ പോലും പിശുക്ക് കാണിക്കാറില്ല. ആ കബറിലേക്ക് ചേർത്ത് വെച്ച് നമ്മൾക്കുണ്ടായിരുന്ന ദുനിയാവിലെ സ്ഥാനത്തിന്റെയും പവറിന്റെയും അടിസ്ഥാനത്തിൽ നാട്ടുകാരും കുടുംബക്കാരും നമുക്ക് ഭംഗിയായിട്ട് യാത്രയപ്പ് തരും. ആ യാത്രയപ്പ മനുഷ്യരെ തസ്ബീത്ത് നമ്മളൊക്കെ ചെല്ലാറില്ലേ? അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു,
അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ. ഈ ഖബർ കിടക്കുന്ന ഖബറാളിക്ക് നിന്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം കൊടുക്കണേ നാഥാ. കാരണം പവർ കൊണ്ടും പണം കൊണ്ടും സ്റ്റാറ്റസ് കൊണ്ടും തറവാട് കൊണ്ടും ദുനിയാവിലെ മനുഷ്യന് നെഞ്ചുവിരിക്കാൻ അവകാശമുള്ളൂ. ഒരാൾ എന്തടോന്ന് ചോദിച്ചാ എന്താക്കണടോ എന്ന് ചോദിക്കാൻ ദുനിയാവിലെ പവറേ ഉള്ളൂ. 6 അടി മണ്ണിന്റെ ഇടയിലേക്ക് താഴ്ത്തി വെച്ചാൽ കറുത്തവൻ, വെളുത്തവൻ, മൂക്ക് പതിഞ്ഞവൻ, നീണ്ടവൻ, പണക്കാരൻ, ദരിദ്രൻ, തറവാടുള്ളവൻ, തറവാടില്ലാത്തവൻ എന്നൊരു വേർതിരിവില്ല. മയ്യത്ത് സൗദി അറേബ്യ അടക്കി വഹിക്കുന്ന രാജാവ് മരണപ്പെട്ടപ്പോഴും 6 അടി മണ്ണിലാണ് വെച്ചതെങ്കിൽ കേരളത്തിന്റെ പാതയോര വക്കത്ത് ചെറിയ ഉന്തുവണ്ടിയിൽ അന്നന്നത്തെ അന്നം കണ്ടെത്തി അവസാനം പട്ടിണി കടന്നു മരിച്ചവനും മണ്ണിന്റെ അടി കിടക്കുന്നത് 6 അടി മണ്ണ് തന്നെയാ. അതുകൊണ്ടാ റബ്ബിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും റബ്ബിന്റെ മുൻപിൽ ഒന്ന് ധൈര്യത്തോടെ നിൽക്കാൻ നിങ്ങൾ അയാൾക്ക് വേണ്ടി തസ്ബീത്ത് ചൊല്ലിക്കൊടുക്കണം, ചോദിക്കണം. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ. പടച്ചോനെ, എന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ഇയാൾക്കിങ്ങൊരു ധൈര്യം കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. റബ്ബേ, നീ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം പറയാനുള്ള കഴിവ് തരണേ നാഥാ. അതെന്തേ? ദുനിയാവിൽ നമുക്ക് പലതും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഒരു 10 ഉറുപ്യ ചോദിക്കുന്നവന് തിരിച്ചു പറയാ, എനിക്കെവിടെയാ വരുമാനം, എന്റെ 5 നയാ പൈസ അല്ല. ബാങ്ക് ബാലൻസ് കുമിഞ്ഞുകൂടി ആരും കാണാതെ 1000ങ്ങളും 10,000ങ്ങളും അവന്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്, ദാരിദ്ര്യം അഭിനയിക്കുന്നവരുണ്ട്. ലോകത്തിന്റെ ഹബീബായ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ സഹാബത്തിന്റെ ഇടയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് ഓരോ സഹോദരിമാരും അവരുടെ ചെവികളിലുള്ളതും കഴുത്തിലുള്ളതും വിരലുകളിലുള്ളതും ബിലാൽ ഇബ്നു റബാഹയുടെ മുണ്ടുകളിലേക്ക് ഊരിക്കൊടുത്തിരുന്നു. എന്ന് കേട്ട മുസൽമാന്റെ കുടുംബത്തിലെ പെൺമക്കളോട് നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കാനില്ലേ എന്ന് ചോദിക്കുമ്പോ എനിക്കവിടെ പിയാപ്ല കൊടുക്കേണ്ടതല്ലേ എന്ന് ചോദിച്ച് ദുനിയാവിൽ രക്ഷപ്പെടാൻ പറ്റും. ഏത് വിഷയത്തിലും. എന്തേ സുബഹിക്ക് പള്ളിയിൽ വരാത്ത, രാത്രി ഒരുപാട് യാത്ര ചെയ്തിട്ടാ കിടന്നുറങ്ങി? എന്തേ നിങ്ങൾ നോമ്പിന് പടച്ചോന്റെ മാർഗത്തിൽ ഇബാദത്തുകൾ കുറച്ച്? പട്ടിണിയല്ലേ, അതുകൊണ്ട് കുറച്ച് നോമ്പ് വറ്റാ മതി എന്ന് കരുതി എന്തിനും ന്യായീകരണം കണ്ടെത്താൻ പറ്റും ദുനിയാവിൽ. ഏത് കാര്യത്തിനും. നമുക്ക് താല്പര്യമില്ലാത്ത വിഷയമാണോ നമ്മളതിന് ഉദറുകൾ, കാരണങ്ങൾ കണ്ടെത്തും. പക്ഷേ റബ്ബ് പറയുന്നു അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. റബ്ബിന്റെ ഖബറിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന് ഉത്തരം പറയണേ. പടച്ച റബ്ബിന്റെ ഒരു തൗഫീഖ് എന്നെ കിട്ടണം. ന്യായീകരിക്കാനോ കള്ളത്തരം പറയാനോ മറച്ചു പിടിക്കാനോ പറ്റാത്ത റബ്ബിന്റെ ഖബറിൽ കൃത്യമായ ഉത്തരം പറയാൻ ഈ ഖബറാളിക്ക് ഇങ്ങ് കഴിവ് കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. ഏതൊരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകതയും ഭീകരതയും ഖബറിൽ കിടക്കുന്നവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഖബറിന്റെ 2 ഭാഗം പടച്ചോൻ അങ്ങ് ഇടുക്കിക്കളയും. മദീന മിമ്പറിന്റെ മുകളിൽ 2 കൈകളും കോർത്തു പിടിച്ച് സഹാബത്തിന്റെ മുഖത്ത് നോക്കി കണ്ണുനീരോടെ ലോകത്തിന്റെ പ്രവാചകൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഹക്കദാ ഹക്കദാ, ഇതുപോലെ നിങ്ങളെ വാരിയല്ലു കോർത്തു പോകും. ആ വേദനയിൽ നിങ്ങൾ പെടയും, കരയും. ആ കരച്ചിലെങ്ങാനും ഖബറിന്റെ മേലെ നിങ്ങൾക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന ഒരാളെങ്കിലും കെട്ടിരുന്നെങ്കിൽ ആയുസ്സിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തിന് വേണ്ടിയും ഒരാൾ ആ ഖബറിന്റെ അരികിലേക്ക് വരില്ലായിരുന്നു. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ. റബ്ബേ, ആ ഖബറിന്റെ ഭയാനകതയിൽ നിന്ന് ആ ഖബറാളിക്ക് ഇങ്ങ് സമാധാനം കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു. അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ. റബ്ബേ, എല്ലാ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ ഒരു കവാടം, ഒരു സ്വർഗ കവാടം ഈ ആ മനുഷ്യന് തുറന്നു കൊടുക്കണേ റബ്ബേ എന്ന് 15 മിനിറ്റോളം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ആ പള്ളിക്കാട്ടിന്ന് തിരിച്ചിറങ്ങി പോകുന്ന മനുഷ്യർ നമ്മളെ മയ്യത്തിന്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകുമ്പോ പിന്നീട് ആ പള്ളിക്കാട്ടിന്റെ മണ്ണിനടിയിൽ ഞാനും നിങ്ങളും ഒറ്റക്കാണെന്ന് ചിന്തിക്കണം. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ദുനിയാവിൽ നിങ്ങളില്ലെങ്കിലും ഒരു ചുക്കും സംഭവിക്കാനില്ല. നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും സൂര്യൻ ഉദിക്കും. നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും കുടുംബക്കാര് ഭക്ഷണം കഴിക്കും. നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും നിങ്ങളെ വീട്ടിൽ വിളക്ക് തെളിയും.
നിങ്ങൾ മരിച്ചതിന്റെ പിറ്റേന്നും നിങ്ങൾ നാട്ടിൽ പലതും സംഭവിക്കും. പക്ഷേ ഖബറിനടിയിൽ കിടക്കുന്ന മനുഷ്യ ഒരിക്കലും മരിക്കാത്ത പടച്ച റബ്ബിന്റെ ബർസഖിയായ ലോകത്ത് നീ അനുഭവിക്കേണ്ടി വരുന്ന നാഥന്റെ തീരുമാനത്തെ പറ്റി നീ ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കണം. മരിച്ചതിന് ശേഷം ഖബറും പുറത്ത് ഖുർആൻ ഓതിയിട്ടും ഖബറും പുറത്തേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നിട്ടും നിന്റെ ഖബർ നിനക്ക് ഭംഗിയാക്കാൻ സാധിക്കുകയില്ല. മരിച്ചവന്റെ പേരിൽ 1000 ചാക്ക് സിമന്റ് വാരിയാലും 1000 ചാക്ക് ചോറ് വാരിയാലും മറ്റേതെങ്കിലും കണ്ണൂക്കിന്റെ ഭക്ഷണം വിതരണം ചെയ്താലും ജീവിച്ചിരിക്കുന്ന കാലത്ത് നിന്റെ സൽപ്രവർത്തികളെ കൊണ്ട് നിന്റെ ഖബർ നിനക്ക് ഭംഗിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വല്ലാഹിറത്തു ഖൈറും വഅബ്കാ വഅബ്കാ എന്നെന്നും ബാക്കിയാവുന്ന ഒരാഹറം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ ആഹറത്തിലേക്കുള്ള യാത്രയാ ജീവിതം. അതുകൊണ്ടാ താഴെ കുഞ്ഞുമോന് മുസ്ലിയാർ പാടിയതും ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, അത് കാണുമ്പോൾ വാ വിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. ചിതലും പുഴുക്കൾ മാളവും പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. 2-3 ദിനം കൊണ്ട് അഴുകുന്നതാണ് ഈ നേത്രം 2. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2. അത് കണ്ട് മണ്ടുമേ ഭയം കൊണ്ട്. അത്രയുള്ളൂ ശരീരത്തിന്റെ വില. 6 അടി മണ്ണ് കറക്കി വെച്ച് കഴിഞ്ഞാൽ പുഴുക്കൾക്കും ഇഴജന്തുക്കൾക്കും തിന്നാനുള്ളൊരു മാംസകഷണം മാത്രം. പക്ഷേ ആ ഖബറിൽ ആത്മാക്കളുടെ ലോകത്ത് അള്ളാഹുവിന്റെ മുൻപിൽ ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കണമെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചില സമ്പാദ്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടാകണം. മരണം തേടിയെത്തുന്നതിന്റെ മുൻപ് ഖബറിലേക്കുള്ള ചില വിഭവങ്ങൾ നമ്മൾ കണ്ടെത്തണം. അതുകൊണ്ടാണല്ലോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് അല്പ ദിവസങ്ങൾക്ക് മുൻപ് മദീന പള്ളിയിൽ ഒരു സുബ്ഹി നിസ്കരിച്ച് ഒറ്റക്കിരുന്ന് കരയുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്തുകിട്ടിയത് പൂരപ്പറമ്പെന്നല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കുത്തുകിട്ടിയത് സെവൻസിന്റെ പറമ്പെന്നല്ല. 5 വക്തിനും പടച്ച റബ്ബിന്റെ മുൻപിൽ നെറ്റി ചേർക്കാൻ സുബ്ഹി നമസ്കാരത്തിന്റെ മരം കൊച്ചുന്ന തണുപ്പത്തെ മദീന പള്ളിയിലേക്ക് നടന്നുപോയി ആ പള്ളിയുടെ മുൻഭാഗത്ത് എത്തിയപ്പോഴാ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തേറ്റതും അവിടെ കിടന്നു മരണപ്പെട്ടതും. ആ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് മദീന പള്ളിയിൽ ഇരുന്ന് കരയുന്നുണ്ട്. ഇത് കണ്ട ചില സഹാബാക്കള് അരികിൽ വന്ന് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തോളത്ത് കൈവച്ച് ചോദിക്കും, ഉമറേ എന്തിനാ സങ്കടം, താങ്കൾ എന്തിനാ അങ്ങനെ ബേജാറാവുന്ന്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചെന്തോ പറയാൻ നോക്കുമ്പോഴേക്കും അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. വീണ്ടും ചോദിക്കും സഹാബത്ത്, പറ ഉമർ, എന്തിനാ ഇത്രയേറെ താങ്കൾ സങ്കടപ്പെടുന്നു? തിരിച്ചു പറയുന്നതിന്റെ മുൻപ് ആരാ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് നമ്മൾ അറിയണം. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ ഞാൻ എന്റെ റബ്ബിനോട് എന്ത് പറയുമെന്ന് ചോദിച്ച് മദീന പള്ളിയിൽ ഇരുന്ന് കരഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നട്ടപ്പാതിര നേരത്ത് പോലും വേഷം മാറി പാവപ്പെട്ടവന്റെ കുടിലുകളിലേക്ക് കയറി ചെന്ന് ഗോതമ്പ് ചാക്ക് തോളത്തെടുത്ത് പാവപ്പെട്ട കുടുംബങ്ങളുടെ വിശപ്പകറ്റി കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിശാച് പോലും വരാൻ പേടിക്കും എന്ന് പഠിപ്പിക്കപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് മദീന പള്ളിയിൽ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചും വിരിച്ച് നടന്നു വരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ നേരെ ചൂണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഉമർ ഇസ്ലാമിന്റെ ബാബാണ്, ഇസ്ലാമിന്റെ വാതിലാണ് ആ ഉമർ. എന്റെ ഉമർ എങ്ങാനും തകർക്കപ്പെട്ടാൽ അന്നു മുതൽ ഇസ്ലാമും തകർക്കപ്പെട്ടു തുടങ്ങുമെന്ന് പറഞ്ഞ അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്ത്യയിൽ ഒരു ഭരണം വേണമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് 20 ഗോത്രങ്ങളെയും 20 പ്രവിശ്യകളെയും ഏകോപിപ്പിച്ച് ഭരിച്ച് രാജ്യത്തിന്റെയോ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ വ്യത്യാസം കാണിക്കാതെ നീതിയും ന്യായവും നടപ്പിലാക്കിയ ഉമറിന്റെ ഭരണമായിരിക്കണമെന്ന് ഗാന്ധിജിയെ കൊണ്ട് പോലും പറയിപ്പിച്ച അതേ ഉമർ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് കരയുമ്പോ സഹാബത്ത് ചോദിക്കുക, എന്തിനാ ഉമറെ കരച്ചില്? ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയുന്ന വാക്ക്, പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം
അള്ളാഹു ഉമറിന് തരാതെ കളയുമോ എന്നെനിക്കൊരു പേടി തോന്നുന്നു സഹാബത്തെ. ജീവിച്ചിരിക്കുന്ന കാലത്ത് ലോകത്തിന്റെ പ്രവാചകൻ മുനാഫിക്കങ്ങളുടെ പേര് പറഞ്ഞു എന്ന് കേട്ടപ്പം മദീന പള്ളിയിൽ നിന്നും വെപ്രാളപ്പെട്ടോടി പ്രവാചകന്റെ അരികിലേക്ക് എത്തി ഹുദൈഫാന്റെ മുഖത്ത് നോക്കി കണ്ണുനീരോടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഹുദൈഫ, അള്ളാഹുവിന്റെ പ്രവാചകൻ മുനാഫിക്കങ്ങളുടെ പേര് പറഞ്ഞല്ലോ, ആ കൂട്ടത്തിൽ ഉമറിന്റെ പേരുണ്ടോ? ഉമറിന്റെ പേരുണ്ടോ ഹുദൈഫ? ഒന്ന് പറ ഹുദൈഫ. എന്റെ നമസ്കാരം മുനാഫിക്കത്തരമാണെന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയോ? എന്റെ സ്നേഹം മുനാഫിക്കത്തരമാണെന്ന് റസൂലുള്ളാഹിക്ക് തോന്നിയോ? എന്റെ ദാനധർമ്മം മുനാഫിക്കത്തരമാണെന്ന് അള്ളാന്റെ ഹബീബിന് തോന്നിയോ? റബ്ബിന് തോന്നിയോ? അതുകൊണ്ട് പറ ഹുദൈഫ, മുനാഫിക്കങ്ങളുടെ പേരിൽ എന്റെ പേരുണ്ടോ എന്ന് ചോദിക്കുകയും പേരില്ലെന്നറിയുമ്പം ആകാശത്തേക്ക് കൈകളുയർത്തി എന്റെ ഇബാദത്തുകളെ കൊണ്ട് എന്റെ പരലോകം നീ വെളുപ്പിക്കണേ നാഥാ എന്ന് പ്രാർത്ഥിച്ചിറങ്ങുന്ന അതേ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ചോദ്യം, റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരിവെക്കാനുള്ള സ്ഥലം റബ്ബിനിക്ക് തരാതെ കളയുമോ എന്ന് പേടി തോന്നുന്നു സഹാബത്തെ. എത്രമാത്രം സ്വപ്നം കണ്ടിട്ടും ആഗ്രഹിച്ചിട്ടും അവർ അള്ളാന്റെ അരികിലേക്ക് പോയത്. റബ്ബ് തന്ന ഓരോ കാരണത്തിന്റെ പേരിലും ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധം അവരെ പരലോകത്തിന് വേണ്ടി മത്സരിക്കാൻ പ്രാപ്തരാക്കി. അതുകൊണ്ടാണല്ലോ നട്ടപ്പാതിര നേരത്ത് കിടന്നിട്ടുറക്കം വരാതെ വിശപ്പിന്റെ ശക്തി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. നമ്മളൊന്നും ചിന്തിച്ച ഒടുക്കല്ലാത്തൊരു ചരിത്രാണത്. ഇന്ന് തിന്നിട്ട് നടക്കുന്നവരാ നമ്മളിൽ പലരും, അല്ലേ? സുബ്ഹി നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നവർക്കറിയാം, തിന്നത് കൂടിപ്പോയതിന്റെ പേരിൽ നടക്കുന്നവരാ ഇന്നത്തെ കാലഘട്ടം. അന്ന് തിന്നാൻ കിട്ടാത്തതിന്റെ പേരിൽ, കഴിക്കാൻ ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ, ഒരു കാരക്ക എന്ന ഭക്ഷണം പോലും കിട്ടാത്തതിന്റെ പേരിൽ നട്ടപ്പാതിരത്ത് എഴുന്നേറ്റ് നടക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുട്ടത്ത് തന്റെ നേരെ നടന്നു വരുന്ന വ്യക്തിയെ കാണുമ്പോൾ ചോദിക്കും, മൻ, ആരാണതോ അത്? വെളിച്ചത്തിലേക്ക് മാറി നിന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഞാൻ അബൂബക്കറ. അബൂബക്കറ റസൂലേ. ആരായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു? ബിലാൽ ഇബ്നു റബാഹയെ ചുട്ടുവയ്ത്ത മണലാരണ്യത്തിൽ മലർത്തിക്കിടത്തി നെഞ്ചത്ത് പാറക്കല്ല് വെച്ച് ഉമയ്യത്ത് എന്ന ശത്രു ചാട്ടവാറ് കൊണ്ട് തല്ലുമ്പം ചോദിക്കുന്ന വില, നീ പറയുന്ന വില, ബിലാലിന് നീ ഇടുന്ന വില എന്ന് തിരിച്ചു പറയുകയും ചോദിച്ച പണം, സ്വർണം നാണയങ്ങളായി എണ്ണിക്കൊടുത്ത് ബിലാലിന്റെ തോളിൽ കൈയിട്ട് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന മക്കയിലെ കോടീശ്വരൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ഇരുമ്പിന്റെ പരവതാനിയിൽ കിടത്തി ചുട്ടുപഴിപ്പിച്ച് ഇരുമ്പ് കമ്പി കൊണ്ട് ശരീരത്തിന്റെ പിൻഭാഗം കുത്തിപ്പൊളിക്കുമ്പോ ആ ശത്രുവിന്റെ അരികിൽ ചെന്ന് ഖുബൈബിന്റെ മുഖത്തേക്ക് ചൂണ്ടി അന്നും സിദ്ദീഖുൽ അക്ബർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ ഖുബൈബിന്റെ വില എത്രയാ? ആ വിലയിൽ താങ്കൾ എണ്ണി പറയുന്നത് എത്ര കൂടിയാലും അബൂബക്കറിന്റെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും ഖുബൈബിനെ മോചിപ്പിച്ചിട്ടേ ഞാൻ പുറപ്പെടൂ എന്ന് വാശി കാണിച്ച് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുവിന്റെ അടുത്തു നിന്നും മോചിപ്പിച്ച മക്കയിലെ കോടീശ്വരൻ, ആ കോടീശ്വരനായ സിദ്ദീഖുൽ അക്ബർ വെളിച്ചത്തേക്ക് വന്നിട്ട് പറയാ, റസൂലേ, പട്ടിണിയാ നബിയെ, കിടന്നിട്ട് ഉറക്കം വരുന്നില്ല റസൂലേ. രണ്ടുപേരും മുന്നോട്ട് നടക്കുമ്പം വീണ്ടും ഇരുട്ടത്താരോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഏതൊരാളും പേര് കേട്ടാൽ വിറയ്ക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലെ ഒരു ഗുണ്ടയെന്ന് അവകാശപ്പെട്ടിരുന്ന, അഥവാ മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ദിവസം കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്ന വ്യക്തി. 100 ചുവന്നൊട്ടകങ്ങൾക്ക് വേണ്ടി അള്ളാന്റെ ഹബീബിന്റെ തലയറക്കാൻ പുറപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് റസൂൽ ചോദിച്ചു, എന്താ ഉമറെ ഈ സമയത്ത്? അദ്ദേഹം പറഞ്ഞു, നബിയേ, പട്ടിണിയാ റസൂലേ, ഉറക്കം വരുന്നില്ല. 3 പേര് മുന്നോട്ട് നടക്കുമ്പം അല്പം വെളിച്ചം കണ്ടൊരു സാധുവായ സഹാബിയുടെ വീട്ടിൽ കയറി ചെല്ലുകയും ആ സ്വഹാബിയുടെ വീട്ടിലാകെയുണ്ടായിരുന്ന കാരക്ക എടുത്തു കൊടുക്കുമ്പോ ആ കാരക്കയിൽ നിന്ന് അല്പം തന്റെ ഇടത്തെ കയ്യിലേക്ക് പിടിച്ച് അതിൽ കുറച്ചെണ്ണം എടുത്ത് ഭൃത്യൻ അബ്ദുല്ലാന്റെ കയ്യിൽ കൊടുത്ത് റസൂൽ കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, അബ്ദുല്ലാ, ഇതെന്റെ ആയിഷാക്കും ഫാത്തിമാക്കും കൊടുക്കണം. ഭക്ഷണം കിട്ടാതെ 4 ദിവസത്തിലധികമായി എന്റെ വീട്ടിൽ പട്ടിണിയുമായി ജീവിക്കുന്ന എന്റെ ആയിഷാക്കും എന്റെ ഫാത്തിമ എന്ന കരളിനും കൊടുക്കണേ അബ്ദുള്ള. എന്നിട്ട് ആ കാരക്കയൊന്ന് ചീന്തി ഒരു കഷണം ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണു നിറയുന്ന റസൂലുള്ളാന്റെ മുഖത്തേക്ക് നോക്കി സഹാബാക്കളും പ്രവാചകന്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറും ചോദിച്ചു, നബിയേ, എന്താ സങ്കടം? അല്ലാഹുവിന്റെ റസൂലുള്ള കാരക്കമലേക്ക് ചുണ്ടിയിട്ട് പറഞ്ഞു, വല്ലാഹി സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എന്റെ റബ്ബ് സാക്ഷി, ഈ കാരക്ക എന്ന അനുഗ്രഹത്തെ പറ്റിയും അല്ലാഹു ചോദ്യം ചെയ്യും. ഈ കാരക്ക എന്ന അനുഗ്രഹത്തെ പറ്റിയും റബ്ബ് ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യാനാ മരണം, അല്ലാതെ നമ്മളെ ബേജാറാക്കാനല്ല. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നതിന് പടച്ചോന് വലിയ ഇഷ്ടക്കുറവുള്ളതുകൊണ്ടുമല്ല.
പേരക്കുട്ടികളെ കല്യാണം കൂടിയിട്ടും പേരക്കുട്ടികളെ വീട്ടുകൂടൽ കണ്ടിട്ടും മക്കളെ കെട്ടിച്ചു വിട്ടിട്ടും മക്കളെ എത്തി മക്കളാക്കാതെയൊക്കെ ഈ ദുനിയാവിൽ കുറെ കാലം നിങ്ങളെ പോറ്റി വലുതാക്കുന്നത് പടച്ചോൻ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടെത്താനാ. അള്ളാന്റെ ചോദ്യത്തിന് മുൻപിൽ ഉത്തരം കണ്ടെത്താനാ ഈ ദുനിയാവിൽ അള്ള സമയം നീട്ടിത്തരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ തിരുവൻ പഠിപ്പിച്ചതുപോലെ അള്ളാഹു നൽകിയ ഓരോന്നിനെ പറ്റിയും റബ്ബിന്റെ മുൻപിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. ആ ലോകത്തേക്ക് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. ജനിച്ചിട്ടുണ്ടോ? മരിക്കാനുള്ള ആരംഭം കുറിച്ചു എന്ന് അതിന്റെ അർത്ഥം. ജനിച്ചിട്ടുണ്ടോ എങ്കിൽ മരണത്തെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, മരണം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചതും ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون قل إن الموت الذي നിങ്ങൾ എത്രയേറെ വെപ്രാളപ്പെട്ട് കിതച്ചോടിയാലും എന്തൊക്കെ മാരക സൂക്കേടുകളുടെ ഭയത്തിലാണെങ്കിലും ഏതൊക്കെ ലക്ഷങ്ങൾ മുടക്കി ആരോഗ്യം തിരിച്ചു പിടിക്കാൻ ആഗ്രഹിച്ചാലും നിങ്ങൾ എത്രയേറെ സ്വപ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നാലും ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ആ മരണം നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അതോടുകൂടി സുമ്മ തുറദ്ദൂന ഇലാ വാലിമിൽ ഗൈബി വശഹാദ മറച്ചു പിടിച്ചതും ചേർത്തു പിടിച്ചതും രഹസ്യമാക്കി പിടിച്ചതും പരസ്യമാക്കി ചെയ്തതും അറിയുന്ന നാഥന്റെ അരികിലേക്കുള്ളൊരു യാത്രമാ. അതുകൊണ്ട് റസൂലേ അവരോട് പറയണം വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. പുത്തനത്താണിയുടെ റോട്ടിൽ വെച്ചാണോ, വിദേശത്തെ റോഡുകളിൽ വെച്ചാണോ, കോഴിക്കോട് റോഡിൽ വെച്ചാണോ, വീട്ടിന്റെ പറമ്പിൽ വെച്ചാണോ, അല്ലെങ്കിൽ ആവേശത്തോടെ കയറിക്കിടക്കുന്ന അവരുടെ മെത്തകൾക്ക് മേലെയാണോ, എവിടെ വെച്ചിട്ടാണെങ്കിലും വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരണുമണി തൂക്കം മുന്നോട്ടോ ഒരു സെക്കൻഡ് മുൻപെയോ അല്ലാത്ത നിലക്ക് അവരെ ആ അള്ളാഹു നിശ്ചയിച്ച സമയം റബ്ബങ്ങ് കൊണ്ടുപോകും. അതുകൊണ്ടാണല്ലോ ആകണ്ടായിരുന്ന ഒരു ആൺകുട്ടീനെ നാട്ടിലെ പൊരയും പോലും പണയപ്പെടുത്തി കിട്ടിയ പണം കൊണ്ട് ആ വാപ്പ ഗൾഫിക്ക് പറഞ്ഞയച്ച് 3 ദിവസമായിട്ടേ ഉള്ളൂ. അഞ്ചാമത്തെ പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ? 3 ദിവസം. +2 കഴിഞ്ഞ അവനോട് വാപ്പ പറഞ്ഞു, വാപ്പാക്ക് ആരോഗ്യമില്ല മോനെ, പെങ്ങന്മാരെ കെട്ടിക്കാനും ഉണ്ട്. പലരുടെയും കാല് പിടിച്ച് 1.25 ലക്ഷം ഉറുപ്പ്യക്ക് ഒരു വിസയും സംഘടിപ്പിച്ചിട്ട് സാധുവിനെ ഗൾഫിക്ക് പറഞ്ഞയച്ചതാ. ഇപ്പൊ അവിടെ മോർച്ചറി കിടക്കുന്നുണ്ട് ജീവനറ്റൊരു മയ്യത്ത്. നാട്ടുക്ക് കൊണ്ടുവരാൻ പോലും 5 പൈസ കൈമലില്ലാത്തതിന്റെ പേരിൽ 3 ദിവസമായിട്ടേ ഉള്ളൂ. നമ്മൾ പറയും മരിക്കാൻ അവിടെ പോയതാണ്. അല്ല, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. പടച്ചോൻ നിശ്ചയിച്ചത് അവിടെയാ. ആ സമയത്ത് നിങ്ങളെ അള്ളാഹു കൊണ്ടുപോകാൻ അള്ള എഴുതി വെച്ചിട്ടുണ്ട്. ആ സമയം അനുഭവിക്കാനുള്ളത് അനുഭവിച്ചിട്ടും രസിക്കാനുള്ളത് രസിച്ചിട്ടും നമ്മൾ കിട്ടാനുള്ളത് കിട്ടിയിട്ടും പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങും. ആ യാത്രയിൽ തിരിച്ചുള്ള യാത്ര മനോഹരമാക്കണമെങ്കിൽ ഖബറെന്ന ലോകത്തേക്ക് ചില വിഭവങ്ങൾ നമ്മളെ കയ്യിലുണ്ടാവണം. ആ വിഭവങ്ങൾ സമ്പാദിക്കാനേ പടച്ചോൻ ദുനിയാവ് പറഞ്ഞിട്ടുള്ളൂ. അതിനർത്ഥം അത് മാത്രം മതി, ദുനിയാവിൽ പിന്നെ വേറൊന്നിനും മെനക്കെടരുത് എന്നല്ല. ധനം സമ്പാദിക്കാം, അതെന്തിന്? പാരത്രിക ലോകത്തെ നേട്ടത്തിനു വേണ്ടി. അങ്ങനെ നേട്ടത്തിനു വേണ്ടി പലരും ചെയ്തതുകൊണ്ടല്ലേ പല നാട്ടിലും ഇസ്ലാഹി പ്രവർത്തനങ്ങളും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും നടന്നു. പലതും ഉണ്ടാക്കി അവനാന്റെ അക്കൗണ്ടിലേക്ക് മാത്രം വെച്ച് കെട്ടിപ്പൂട്ടി മക്കൾക്ക് വെച്ചു പോയിട്ട് എന്ത് നേട്ടാ ചില വാപ്പാർക്കുണ്ടായത്? ഇക്കഴിഞ്ഞ ദിവസം ഒരു മധ്യസ്ഥത്തിന് പോയപ്പം കേട്ട് വളരെ രസകരമായ ഒരു വാക്കും കൂടി പറഞ്ഞുതരാം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ വാപ്പ അമ്മാക്ക് ഒരു ബാത്റൂം ഉണ്ടാക്കാൻ 5 നയാ പൈസ മക്കള് 4 ആളും എടുത്തില്ല. ഒരു ഇരുന്ന് പോകുന്ന ബാത്റൂമിന് വേണ്ടി അവസാനം നാട്ടിലെ ഞങ്ങളിൽ കുറെ ആളുകളും ഞങ്ങളെ സഹായിക്കുന്ന വേറെ ചില വ്യക്തികളുടെയും സഹായത്തോടുകൂടി ഒരു ക്ലോസറ്റും വെച്ചെടുത്തു. 7 മാസങ്ങൾക്കിപ്പുറം ഉമ്മ മരണപ്പെട്ടു. 1 മാസം തികഞ്ഞിട്ടില്ല, മക്കൾ 5 ആളും തമ്മിത്തല്ലാൻ തുടങ്ങി. എന്താ കാരണം എന്നറിയോ? ആ ഉമ്മാന്റെ പേരിൽ പെൻഷനായി കിട്ടിയതും അല്ലാണ്ട് കിട്ടിയതും ഏകദേശം 1,25,000 ഉറുപ്പ്യന്റെ മേലമ്മാന്റെ അക്കൗണ്ടിലുണ്ട്. അതിന്റെ പേരിൽ മക്കൾ തമ്മിത്തല്ലി. മൂത്തോള് പറഞ്ഞു ഉമ്മ എനിക്ക് തരാന്ന് പറഞ്ഞതാ, എന്റെ മാല മാറ്റിയെടുത്ത് തരാന്ന് പറഞ്ഞതാ. രണ്ടാമത്തോള് പറഞ്ഞു അവസാനം തന്ന കൂട്ടത്തിൽ 8 പവനെ ഉമ്മ തന്നിട്ടുള്ളൂ, 2 പവൻ ഉമ്മാന്റെ കൈമലുണ്ട്. രണ്ടും കേട്ട ആങ്ങളാര് പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് മാത്രം കൊണ്ടുപോയാൽ പറ്റൂല. ഇപ്പൊ അതിന്റെ മധ്യസ്ഥത്തിന് പള്ളി കമ്മിറ്റി ഇപ്പൊ 4 കൂടൽ കൂടി 1,25,000 കൊണ്ട് എന്ത് ഗുണാ മനുഷ്യരെ ഉണ്ടാക്കിയത്? നാളെ ആഖിറത്തിലേക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാക്കാൻ വേണ്ടി മത്സരിക്കേണ്ടതിന് പകരം ദുനിയാവിൽ തിന്നാതെ കുടിക്കാതെ വെക്കുന്നതൊന്നും ഹക്കല്ല, ഖൈറുമല്ല. അതുകൊണ്ടാണല്ലോ മദീന പള്ളിയിൽ ചില ആളുകൾ വന്ന് ഉമർ റളിയല്ലാഹു ഖത്താബിനോട് പരാതി പറഞ്ഞു, ഉമറേ ചില ആൾക്കാർ പറമ്പ് വാങ്ങിക്കൂട്ടുന്നുണ്ട്, എന്തിനാന്ന് ചോദിച്ചിട്ട് ഒരു പിടുത്തവുമില്ല.
പറമ്പ് ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നുണ്ട് ആളറിയാതെ പലരെയും പേരിൽ. ഉമർ റളിയല്ലാഹു അൻഹു ഓരോരുത്തരുടെ വീട്ടിലേക്കും കയറി ചെന്നു. ചോദിച്ചു, എന്തിനാ പറമ്പ് വാങ്ങിയിട്ട്? അവർ പറഞ്ഞു, ഒന്നുമില്ല ഉമർ, ഞങ്ങളുടേതായ സൗകര്യത്തിന് വാങ്ങിയിട്ടതാ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നെങ്കിൽ കൃഷി ചെയ്യണം, അല്ലെങ്കിൽ ആവശ്യക്കാരനെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങളത് പരസ്പരം ഉപയോഗപ്പെടുത്തണം. അപ്പൊ ചില ആളുകൾക്ക് ഒരു മുട കാണിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വാളും ഊരിയിട്ട് പറഞ്ഞു, കൃഷി ചെയ്യാതെ ആവശ്യക്കാരനെ പ്രയാസപ്പെടുത്തി പൂറ്റിവെച്ച് കെട്ടിപ്പൂട്ടി വെച്ച് കൊള്ളലാഭെടുക്കാനാ പാപമെങ്കിൽ എന്റെ വാൾ അതിനുത്തരം പറയും. ഞാൻ പറയാറുണ്ട്, ഇന്നെങ്ങാനും ഉമർ റളിയല്ലാഹു അൻഹു കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ആ വാളിന് പിന്നെ ഒരു സ്വൈര്യവും സമാധാനവും ഉണ്ടാവില്ല. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്നും സമ്പാദിച്ചു വെക്കരുത് എന്നല്ല, പക്ഷെ സമ്പാദിച്ചു വെക്കുന്നത് ദുനിയാവ് പോലും ഒരു സമാധാനം കിട്ടാത്ത അവസ്ഥക്കാവാൻ പാടില്ല എന്ന് മാത്രം. കൊടുക്കുന്നവരുണ്ട്, ധാരാളം പരലോകത്തേക്ക് കണ്ടെത്തിയവരുണ്ട്. അതുകൊണ്ട് തന്നെ ആഖിറത്തിലേക്ക് പോകുമ്പം ഇദാ മാത്തൽ ഇൻസാനു ഇൻഖത അമലുഹു, ഒരാൾ മരിക്കുന്നതോടുകൂടി അവന്റെ എല്ലാ അമലുകളും നിശ്ചലമായി പോകും. പിന്നെ ഒന്നും അവന്റെ അക്കൗണ്ടിലേക്കില്ല. ഇല്ലാ ബിസലാസിൻ, 3 കാര്യങ്ങൾ ഒഴികെ. 3 കാര്യങ്ങൾ അവൻ മരിക്കുന്നതിന് മുൻപ് കണ്ടെത്തിയാൽ മരിച്ചു കഴിഞ്ഞാലും അവന്റെ ഖബറിലേക്ക് അതിന്റെ കൂലി കിട്ടും. ഒന്നാമത്തേതേതാ? വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന. ആ പ്രാർത്ഥന റബ്ബ് കേൾക്കും. ഏത് മക്കളുടെ പ്രാർത്ഥന? ചില വാപ്പാർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, എല്ലാ മക്കളുടെ പ്രാർത്ഥനയും പടച്ചോൻ കേൾക്കുന്നു പറഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകം ഓർമ്മപ്പെടുത്തി, ഉലമാക്കൾ അതിന്റെ അണ്ടർലൈൻ ചെയ്തിട്ട് പറഞ്ഞു, വവലദുൻ എന്ന് മാത്രമേ റസൂലുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ എല്ലാ മക്കളുടെ പ്രാർത്ഥനയും കിട്ടുമെന്ന് പറയേണ്ടി വരും. പക്ഷെ തൊട്ടടുത്ത വാക്കിൽ അള്ളാന്റെ ഹബീബ് പ്രയോഗിച്ചു, വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, മക്കള് സ്വാലിഹീങ്ങളാവണം, വാപ്പ നേർവഴിക്ക് നയിച്ച മക്കളാവണം, സുബ്ഹിക്ക് പള്ളി കൂട്ടിക്കൊണ്ടുപോയ മക്കളാവണം, എന്തൊക്കെ ധരിക്കണം എന്തൊക്കെ ധരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചെടുത്ത അമ്മാരാവണം, സുബ്ഹിന്റെ സമയത്ത് എഴുന്നേറ്റ് ഖുർആൻ ഓതിപ്പിക്കുന്ന വാപ്പാരാവണം. അല്ലാതെ തിന്നാൻ കൊടുത്ത ക്വാളിറ്റി മാത്രം പടച്ചോനോട് പറയാണ്ടാവൂല. വല്ലാഹു ഖൈറുർ റാസിഖീൻ, നീ മരിച്ചധ്വാനിച്ച് കിട്ടിയതൊക്കെ എന്റെ തീരുമാനപ്രകാരമാ. അതുകൊണ്ട് മക്കളെ പോറ്റാൻ വേണ്ടി കഷ്ടപ്പെട്ടു, അധ്വാനിച്ചു. ഞാൻ അതിനുവേണ്ടി നായി നയിക്കുന്നത് പോലെ നയിച്ചു, കഴുതയെ പോലെ ഭാരം വഹിച്ചു, എല്ലാ മക്കളെയും പഠിപ്പിച്ചു, എല്ലാ മക്കൾക്കും തിന്നാൻ കൊടുത്തു, എല്ലാ മക്കളെയും കെട്ടിച്ചു, എല്ലാ മക്കൾക്കും വീടായി. എന്ന് പടച്ച റബ്ബിന്റെ ദുനിയാവിൽ നിങ്ങൾക്ക് പോരിശ പറയാം. കാരണം നിനക്ക് കെട്ടിക്കാൻ പണം തന്നത് നാഥനാ, നിനക്ക് ഭക്ഷിപ്പിക്കാൻ ഭക്ഷണം തന്നത് നാഥനാ, നിനക്ക് നിന്റെ മക്കളെ തന്നത് നാഥനാ. ആ നാഥൻ നിന്നോട് സൂചിപ്പിച്ചൊരു വാക്കുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വിശ്വാസികളെ, 5 വക്ത് നിസ്കരിക്കുന്നവരെ, അള്ളാന്റെ കഅബാലയത്തിങ്കലേക്ക് പോകുന്നവരെ, പരിശുദ്ധ റമളാൻ മാസത്തെ കാത്തിരിക്കുന്നവരെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഞാൻ പള്ളിക്ക് പോകാറുണ്ട്, ഞാൻ ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ രംഗത്തുണ്ട്, ഞാൻ MSMലൂടെ ISMലൂടെ കേന്ദ്രകാരനായിട്ടുണ്ട്, നാട്ടിൽ എന്നെ കൊണ്ട് ഒരുപാട് ദൈവത്വ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, പല സാമൂഹിക ക്ഷേമ പ്രവർത്തനത്തിലും ഞാനുണ്ട്, ഞാൻ എന്റെ പെണ്ണുങ്ങളുണ്ട്, എന്റെ നാട്ടിലെ ഖുർആൻ ക്ലാസ്സിലുണ്ട്. എന്നിട്ട് റബ്ബ് പറയുന്നു, പോരാ, നിങ്ങൾ സ്വയം നന്നായാ പോരാ, സ്വയം പടച്ചോനെ ഭംഗിയാക്കി തൃപ്തിപ്പെടുത്താൻ മത്സരിച്ചോടിയാ പോരാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിന്റെ വീട്ടിൽ മൂടി പുതച്ച് കിടക്കുന്ന മകനുണ്ടെങ്കിൽ, ഒരു വക്തിനെ നേർക്കാത്ത മക്കളുണ്ടെങ്കിൽ, ഒരായത്തോടാൻ അറിയാത്ത മക്കളുണ്ടെങ്കിൽ, ഒരു ദീനീ പ്രവർത്തനത്തിനിറങ്ങാത്ത മക്കളുണ്ടെങ്കിൽ, മണിക്കൂറുകൾ മൊബൈലിൽ കളിക്കുന്ന മക്കളുണ്ടെങ്കിൽ, ടിവിക്ക് മുൻപിൽ ഇരിക്കുന്ന മക്കളുണ്ടെങ്കിൽ, പടച്ചോന്റെ ദുനിയാവിൽ അള്ളാന്റെ കലാമിന് വേണ്ടി പണിയെടുക്കാത്ത മക്കളുണ്ടെങ്കിൽ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. മനുഷ്യരെയും കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന അഗ്നിയിൽ നിന്ന് നിന്റെ മക്കളെ നിനക്ക് കാക്കാൻ ഉത്തരവാദിത്തമുണ്ട്, നിനക്ക് സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുണ്ട്. അല്ലെങ്കിൽ നീ കരഞ്ഞാലും, അവര് പേച്ചതിന്റെ പേരിൽ നീ പൊട്ടിക്കരഞ്ഞാലും, പടച്ച റബ്ബിന്റെ കോടതിയിൽ മക്കള് വഴിപേച്ചു റബ്ബേ എന്ന് നീ ആണയിട്ട് കരഞ്ഞാലും, അലൈഹാ മലായികത്തുൻ ഖിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. നിന്റെ കരച്ചിലിന് തിരുത്താനാവാത്ത ശക്തരായ മലക്കുകൾ നിന്റെ കൺമുൻപിൽ വെച്ച് ആ മക്കളോടൊപ്പം നിന്നെയും ശിക്ഷിക്കുന്ന ഒരു രംഗം വരാനുണ്ട്. അതുകൊണ്ട് ആര് പ്രാർത്ഥിച്ചാലും കിട്ടുന്നല്ല. വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. ഞാനൊക്കെ പറയാറുണ്ട്,
ഇന്നത്തെ കാരണവന്മാരൊക്കെ ചിലരങ്ങ് മണ്ണിന്റെ അടിക്ക് പോയാ ആരാപ്പളാ പോവാന്നൊന്നും പറയാൻ പറ്റൂലട്ടോ. പക്ഷേ വരാനിരിക്കുന്ന ഒരു തലമുറയിൽ ഇതിനൊന്നും വലിയ താല്പര്യമില്ലാത്തോല. അവർക്ക് 7സും 5സും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത് വേണ്ടാന്ന അർത്ഥത്തിലല്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ ചിലർക്ക്. അള്ളാന്റെ ദീനീപരമായ കാര്യത്തിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് നിലവാരം കുറഞ്ഞ ഏർപ്പാടായിട്ടാ ചിലർക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആ വാപ്പാന്റെ ക്വാളിറ്റി കിട്ടാത്ത മക്കളും ഉണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വാപ്പാന്റെ അരികിലേക്ക് വന്നു. വലിയ പൈസക്കാരനാ. ഞാനൊക്കെ പറയാറുണ്ട്, ചിലരങ്ങനെ രണ്ട് മനസ്സില്ലാതെ ഒറ്റ മനസ്സോടുകൂടി കൊടുക്കുന്നത് കൊണ്ടാ പലർക്കും വീടുണ്ടാകുന്നതും പലർക്കും ഭക്ഷണം കിട്ടുന്നതും നോമ്പിന് സന്തോഷത്തോടെ അന്നം കുടിച്ച് ജീവിക്കുന്നു. ഒരു കണക്കും പറയാതെ ആരോടും ചോദിക്കാതെ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം 3 ദിവസമായിട്ട് ദുബായിലാ. എനിക്ക് ഒന്ന് ഇവിടത്തേനേക്കാളും മൊയിലൈമാർ അവിടെ ഉണ്ട് പിരിവിന്. ഇതൊക്കെ പോയി കാണുന്ന ഒരേ മനുഷ്യന്മാരെ, കൊടുക്കുന്ന ഒരേ മനുഷ്യന്മാരെ. ഇവിടെ ആദ്യത്തെ ഒരു ദിവസം നമ്മളെ പുരയിലേക്ക് കിട്ടാൻ ഏതെങ്കിലും ഒരു സക്കാത്തിന്റെ പൈസക്ക് ഒരു പെണ്ണ് വന്നാ പിന്നെ 4 ദിവസം നമ്മൾ വാതിലോർക്കാൻ മടിയാ. എന്താ? 10 ഉറുപ്പ്യ കൊടുക്കാനില്ല. ദൂരെ നിന്ന് വരുന്നത് കണ്ടാൽ പോലും ചിലർക്ക് അസൂയ. ഇനി പള്ളി കമ്മിറ്റിക്കാർ 5-6 ആള് വന്നിട്ട് പാലിയേറ്റീവിന് 1000 ഉറുപ്പ്യ എഴുതിക്കിട്ട് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോകുമ്പോൾ പെണ്ണുങ്ങളോട് അറിയും ഓൽക്ക് എന്താ എഴുതുന്നതിന് ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ അടക്കല്ലേ തണ്ടേ. ഇതൊക്കെ പോലത്തെ മനസ്സിൽ വരിസംഖ്യക്ക് 5 ഉറുപ്പ്യ കൂട്ടിയാ പിന്നെ പള്ളിയിൽ ജമാഅത്തിന് ആള് കൂടുന്നുള്ള കാലഘട്ടം. എന്തിനാ ചോദ്യം ചെയ്യേ? എല്ലാ നാടും അങ്ങനെയാണല്ലോ ഞാൻ പറയുന്നത്. പടച്ചോന്റെ മാർഗത്തിലൊക്കെ ഒന്ന് ചെലവാക്കി അതേമാതിരി ഒന്ന് മക്കളെയൊക്കെ അതിന്റെ കൂട്ടത്തു കൂട്ടിക്കൊണ്ടുപോവാ. എന്നിട്ടാ ബാപ്പ മകന് വരാൻ വേണ്ടി കാത്തിരുന്നു. ആ മകൻ വരാൻ വേണ്ടി കാത്തിരുന്നു. വാപ്പ നല്ല പൈസക്കാരനാ, മോനും പൈസക്കാരൻ. എന്നിട്ട് തിരിച്ചു വന്നപ്പം വാപ്പ ഒരു വലിയ പൈസ എടുത്തിട്ട് മോനം നടുവിലിരുത്തിയിട്ട് തന്നു. എന്നിട്ട് ആ വാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കതിപ്പോഴും കേൾക്കുമ്പം മനസ്സിൽ വല്ലാത്ത സന്തോഷവും തോന്നും, അതോടൊപ്പം തന്നെ ഒരു വല്ലാത്ത സങ്കടവും തോന്നും. ഞാൻ ആ സമയം വരെ ഞങ്ങളൊക്കെ ചിന്തിച്ചിരുന്നു, എന്തിനാപ്പം മോൻ വരാൻ വരെ ഇയാൾ കാത്തിക്കണ്, ഇയാൾക്ക് തന്നാ പോരെ. അയാളിങ്ങനെ പറഞ്ഞു വാശി പിടിക്കുക, ഓൻ വരട്ടെ ഓൻ വരട്ടെ. വന്നതിന് ശേഷം അയാൾ തന്ന്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ മകൻ വരാൻ കാത്തിരുന്ന എന്തുകൊണ്ടാണെന്നറിയോ, എനിക്കിനി അധിക കാലങ്ങളെ സഹായിക്കാൻ ആയുസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തന്നിരുന്നോ നിന്റെ മോൻ കണ്ടിട്ടില്ലെങ്കിൽ നാളെ നിങ്ങൾ കയറി വരുമ്പം ഒരു പരിഗണന എന്റെ മോൻ തരൂല. ഞാൻ കൊടുക്കുന്നതിന്റെ മോൻ കാണണം, എങ്കിലേ ഞാൻ തുടങ്ങി വെച്ചത് തുടരാൻ എന്റെ മക്കൾ ഉണ്ടാവും. എന്തൊരു ദീർഘവീക്ഷണ നോക്കിങ്ങളാ വാപ്പന്റെ, എന്തൊരു മനോഹരാണ്. ഓലും കൂടി അറിയാൻ വേണ്ടി, കാരണം വളരുന്ന തലമുറയാ. ഇത് കൊടുക്കലൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഉള്ളത് അവനാന്റെ ഇൻട്രസ്റ്റിന് പൈസക്കും. അതുകൊണ്ട് ആ സിനിമാ നടന്മാരൊരു ലേബൽ വെച്ചിട്ട് വെക്കും, എന്റെ കയ്യിൽ 10 ഉണ്ടോ എനിക്ക് 100 ഉണ്ടാക്കാം, എന്റെ കയ്യിൽ ഒന്നുമില്ലേ എനിക്ക് മൂഞ്ചാം എന്നുള്ള കോലത്തിൽ കേട്ട് വളരുന്ന മക്കളാ.